നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, സ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ദ വീൽ ഓഫ് ഫോർച്യൂണും കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാർമിക് റിലേഷൻ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ കുറച്ച് ഗ്യാപ്പ് ഇടുന്നുണ്ടാവാം, നിങ്ങളോട് പഴയ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പഴയ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് റീസൺ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് അവര് എത്തിപ്പെട്ടതായിട്ടാണ്. ചിലർക്ക് അതൊരു റിലേഷൻ ആയിരിക്കാം, ചിലർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, കരിയറിന്റെ ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ. എന്തായാലും നിങ്ങളുടെ റിലേഷനിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു നോ കോണ്ടാക്ടിലോട്ടോ ലെസ് കോണ്ടാക്ടിലോട്ടോ മാറിയതായിട്ടാണ്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഇൻഫ്ലുവൻസ് ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബോണ്ടിങ്, ഒരു പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനോ അതല്ലെങ്കിൽ മറ്റൊരു റിലേഷനോ അങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പേഴ്സണ് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് വാൺസ് എനർജി ആണ്. ഈ ഒരു പേഴ്സൺ ഇപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ തടസ്സം, അതായത് മാനസികമായിട്ട് ഒരു അകൽച്ച വെക്കുന്നതായിട്ടാണ്. അത് അവര് മനഃപൂർവ്വം വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ റിലേഷനിലോട്ട് തിരികെ വരണമെന്നുണ്ട്, പക്ഷെ അവര് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം, മെന്റൽ സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരൊരു അകൽച്ച വെക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും കാലം അവർ ആ ഒരു തേർഡ് പേഴ്സന്റെ റിലേഷനിൽ അവര് സ്റ്റെക്കായിട്ട് നിന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കാർമിക് ആയിട്ടുള്ള കണക്ഷനിൽ അവർ സ്റ്റെക്ക് ആയിരുന്നെങ്കിൽ അവരൊരു ഡിസിഷൻ എടുത്ത്, ഒരു തീരുമാനം എടുത്ത് ഇതിനു വേണ്ടിയിട്ട്, ഈ റിലേഷനിലോട്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് അവർ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കൊടുക്കുന്നത്. പക്ഷെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് ആ ഒരു നിങ്ങളുടെ പേഴ്സണെ അവരൊരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടി അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കണക്ഷൻ വെക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെ ബേസിലാണ് ഇപ്പോ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ടിലോട്ട് വരണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ലൊരു ബോണ്ടിങ് ഈ റിലേഷനിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ ഈ ഒരു റിലേഷൻ ഓക്കെ ആയി വരും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇമോഷണൽ ബോണ്ടിങ്ങോ കണക്ഷനോ ഒന്നും അവിടെ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഇമോഷണലി അവർ അവിടെ വീക്ക് ആണെന്നാണ് കാണിക്കുന്നത്.
അവരുടെ ചുറ്റിനും തേർഡ് പാർട്ടി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു സന്തോഷമോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റോ അവിടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇമോഷണലി സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടി കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അവര് നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിസ്സിംഗ് എനർജിയിലാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എത്ര സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം പഴയ പോലെ തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് തിരികെ വരണം, നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ്ങിലോട്ട് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ നേരാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ഒരു ബോണ്ടിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഇത്. അപ്പോൾ അത്രയും ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്കുള്ളത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത്രയും ഡെപ്തിൽ ചിലർക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് നാളത്തെ ബന്ധമായിരിക്കാം കേട്ടോ, ഒരു 5-6 വർഷങ്ങളുടെ ബന്ധം ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. അപ്പൊ അത്രയും ഡീപ്ലി നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കണക്ട് ചെയ്തവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നാലും പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു വേണം, അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് സോഴ്സ് എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റർബ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ മനസമാധാനത്തോടു കൂടി അവിടെ ഇരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവരെപ്പോഴും ടെൻസ്ഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അവർക്കൊരു മാനസികമായിട്ട് അവർ ഓക്കെ അല്ല അവിടെ. കാരണം തേർഡ് പാർട്ടി എപ്പോഴും ഇവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ റിലേഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങളെ മെസ്സേജ് ചെയ്യിക്കുക, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. കാരണം അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ വേണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, ഈ റിലേഷൻ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ചിന്ത. ഏസ് ഓഫ് സോഴ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ റിലേഷനോട് തിരിച്ചു വരുന്ന ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കി വരാനുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് അവർ എത്തുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ബ്ലെസ്ഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് ലഭിച്ചത് അവരുടെ ബ്ലെസ്സിങ്സ് ആണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ അവർ ഇത്രയും കാലം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. എക്സ്പെക്ടേഷൻസ് എന്നാണ്. ഇവിടെ തേർഡ് പാർട്ടിയെ കുറിച്ച് അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, അവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ അവിടെ നിന്ന് കിട്ടുന്ന അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അവര് എക്സ്പെക്ട് ചെയ്ത ഒരു സിറ്റുവേഷനിലല്ല അവരിപ്പോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ ആ ഒരു റിലേഷന്റെ ആ ഒരു റിലേഷനിലോട്ട് പോയ ആ ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പൊ അവർക്കില്ല. ഇപ്പോ എങ്ങനെയെങ്കിലും അവിടുന്ന് തിരിച്ചു വന്നാൽ മതി, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ. ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം, ഡിസിഷൻ, ഈ റിലേഷനോട് തിരികെ വരാനുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ വരും എന്നാണ് കാണിക്കുന്നത്. റിഗ്രറ്റ് എന്നാണ് നിൽക്കുന്നത്. അവരിപ്പോ റിഗ്രറ്റിലാണ്.
അവർ അത്രയും റിഗ്രറ്റ് ചെയ്യുന്നു നിങ്ങളെ വിട്ടു പോയതില്, നിങ്ങളെ വിഷമിപ്പിച്ചതില്, ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ചതില്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിന്നതില്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്തതിനൊക്കെ അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ ആണ് അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഈ റിലേഷനെ കാണുക. പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറുക എന്നാണ് കാണിക്കുന്നത്. യെസ് കാർഡാണ്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, ഈ റിലേഷനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് വെച്ചാൽ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് യെസ് എന്നാണ്. നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു ലെറ്റ് ഗോ ചെയ്യുന്ന മൈൻഡ് സെറ്റിൽ നിൽക്കുക, ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് ഈ റിലേഷനിൽ ചേഞ്ചസ് വരുന്നതും ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതും. നിങ്ങൾ ഒരുപാട് അതിലിങ്ങനെ ടെൻസ്ഡ് ആയി നിൽക്കുമ്പോഴല്ല, ഇങ്ങനെ ടെൻസ്ഡ് ആയി നിൽക്കുമ്പോഴല്ല, അത് ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഡിസംബർ, അശ്വതി, പൂയം, ലെറ്റർ എൻ, മകം, 1997, 1992, ലെറ്റർ ബി, letter O, letter C, letter S, ചിത്തിര, 1986, മകീര്യം, 1994, 1996. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.